Good morning. Good morning, ma'am. Good morning. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഓണൊക്കെ? നന്നായിട്ട് ആഘോഷിച്ചോ എല്ലാവരും ഓണൊക്കെ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ ആഘോഷിച്ചോ? ഓക്കെ. എന്താണ്? നന്നായിട്ട് ആഘോഷിച്ചു. നന്നായിട്ട് ആഘോഷിക്കണം. എന്താണ് സാധന? കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ ഓണൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെല്ലാവർക്കും വയ്യായൊക്കെ ആയി, പനിയൊക്കെ വന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും ഓണം നല്ലതായിരുന്നു, നന്നായിട്ടൊക്കെ ആഘോഷിച്ചു. നിങ്ങൾക്ക് അടിപൊളിയായി വിചാരിക്കുന്നു കേട്ടോ. ശരി, ഇപ്പൊ എല്ലാവരും ഇന്ന് കുട്ടികൾ കുറവാണല്ലോ, എല്ലാവരും നാട്ടിലൊക്കെ പോയേക്കാണോ? കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവൂല്ലേ? ഓണം വെക്കേഷൻ അല്ലേ? ഇന്ന് കുട്ടികൾ പൊതുവെ കുറവാന്ന് തോന്നുന്നു. ക്ലാസ്സിൽ 32 പേര് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇനി പയ്യെ വരുമായിരിക്കും അല്ലെ? ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. പുതിയ ചാപ്റ്ററിന്റെ പേരാണ് ഡയറ്ററി സർവീസസ് കേട്ടോ, ഭക്ഷണ സേവനങ്ങൾ. അപ്പൊ ഞാൻ ഓൾറെഡി ചെയ്യാണ്, ക്ലാസ് ശ്രദ്ധിക്കാം കേട്ടോ. ഓൾമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്ലാസ്. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ആദ്യം മൊഡ്യൂൾ 2 ആണ് കേട്ടോ. രണ്ടാമത്തെ മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് ഡയറ്ററി സർവീസസ് കേട്ടോ, ഭക്ഷണ സേവനങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ചാപ്റ്റർ നമ്പർ 7 ആണ് കേട്ടോ കൊടുക്കുന്നത്. മൊഡ്യൂളിനകത്ത് ചാപ്റ്റർ നമ്പർ 7 ആണ് ഡയറ്ററി സർവീസസ് അഥവാ ഭക്ഷണ സേവനങ്ങൾ. എന്താണ് ഡയറ്ററി സർവീസസ്? നമ്മൾ ഓൾറെഡി നമുക്കറിയാം അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട്. കാര്യം എന്താണ്, നമ്മൾ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് പഠിച്ച സമയത്ത് അതിനകത്ത് ഒരു 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചിരുന്നു ഇല്ലേ? അതിനകത്ത് വരുന്ന ഒന്നായിരുന്നു എന്തെന്ന് പറയുന്നത് ഡയറ്ററി സർവീസസ് അല്ലെ. ഈ പറയുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ പുതിയതായിട്ട് കേൾക്കുന്നതല്ല അല്ലെ, കുറച്ചൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. അത് ഞാൻ പറഞ്ഞിരുന്നു, കുറേം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. ആ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മള് ഡയറ്ററി സർവീസസ് എന്താണെന്നും അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് സുനൈന? മൊഡ്യൂൾ 2 ആണ് കേട്ടോ സുനൈന. മൊഡ്യൂൾ നമ്പർ 2 ആണ്, രണ്ടാമത്തെ മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ICU നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നു. ICU എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എടുക്കുന്നത് മൊഡ്യൂൾ 2 വരുന്ന ഡയറ്ററി സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ സ്വാതി, കുഴപ്പമില്ല. നോട്ട്സിലെ ചാപ്റ്റർ നമ്പർ 23 ആണ്. പക്ഷെ നിങ്ങൾ ഹെഡിങ് നോക്കിയാൽ മതി കേട്ടോ. കാര്യം ഇപ്പൊ മൊഡ്യൂൾ വൈസ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞപ്പോൾ ചാപ്റ്റർ നമ്പർ 7 ആയിട്ടാണ് എടുക്കുന്നത്. അത് നോക്കണ്ട, നിങ്ങൾ ഹെഡിങ് നോക്കുക കേട്ടോ. ഡയറ്ററി സർവീസസ് ഹെഡിങ് നോക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? അപ്പോ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡയറ്ററി സർവീസസ് എന്താണെന്ന്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ നമുക്കറിയാം ഒരു ഡയറ്ററി സർവീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന ആളാരാണ്? ആരായിരിക്കും അത്? ഡയറ്റീഷ്യൻ അല്ലെ. ആരായിരിക്കും? ഡയറ്റീഷ്യൻ ആണ്. അപ്പൊ ഒരു ഡയറ്റീഷ്യൻ ആരാണ്, അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഓക്കെ, പിന്നെ സാധാരണ നമ്മളൊരു ഡയറ്ററി, അതെ കറക്റ്റ് ആണ് കേട്ടോ. ആതിര, സാതിര, ജോബി എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ പറയുന്നത്. ഡയറ്റീഷ്യന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെന്താണ് നമ്മൾ പഠിക്കുന്നത് അതിനകത്ത് ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്. അതിപ്പോ ഹോസ്പിറ്റൽ എന്നുള്ളതിൽ മാത്രമല്ല നമ്മൾ നോക്കിക്കാണുന്നത്, ഇന്ന് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഒരു ഡയറ്ററി മാനേജ്മെന്റിന് അതിൻ്റെതായ ഒരു പ്രസക്തി ഉണ്ട് അല്ലെ. കാര്യം എന്താണ്, പണ്ടത്തെ കാലഘട്ടം പോലെയല്ല അല്ലെ. ഇന്നിപ്പോ ഒത്തിരി ജീവിതശൈലി രോഗങ്ങളും ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പരിധി വരെ ഭക്ഷണക്രമം അല്ലെ, നമ്മുടെ ഡയറ്റ് അതിനൊരു പരിധി വരെ കാരണമാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഡയറ്ററി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രസക്തി അല്ലെ, പ്രാധാന്യമുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ്,
അതുപോലെ തന്നെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫിംഗ് എങ്ങനെയാണ്, ഒരു കോമൺ സ്റ്റാഫിംഗ് എങ്ങനെയാണ്, അതുപോലെ ഡയറ്റീഷ്യന്റെ റോൾ എന്താണ്, അതുപോലെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ പാലിക്കേണ്ടതായിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതായത് നയങ്ങളും നടപടിക്രമങ്ങളും എന്തെല്ലാമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കുറേ കൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് പയ്യെ ചാപ്റ്ററിലോട്ട് കടക്കാം, വായിക്കാം കേട്ടോ. ചാപ്റ്റർ നമ്പർ 7, ഡയറ്ററി സർവീസസ് അഥവാ ഭക്ഷണ സേവനങ്ങൾ. ആദ്യം പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ. ഇൻട്രൊഡക്ഷൻ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് മാത്രമല്ല അവിടെ വരുന്ന ഇൻ പേഷ്യൻസിനും അതുപോലെ ഔട്ട് പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫുകള് എല്ലാവർക്കും എന്താണ് ഒരു ഭക്ഷണ സേവനം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത് അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് വായിക്കാം. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസസ് ഈസ് എ സർവീസ് that meets the needs of patients coming from outside, ഒരു കോമ വേണം കേട്ടോ അവിടെ, inpatient given nutrition recommendations and food counseling based on their needs while taking their disease kind and nature into consideration. ഇതാണ് പറയുന്നത് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാല്. ഡയറ്ററി സർവീസ് അഥവാ ഭക്ഷണ സേവനങ്ങൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഇൻപേഷ്യൻസിന്, എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ആളുകൾ അല്ലെ, കിടപ്പ് രോഗികൾക്കും അതോടൊപ്പം തന്നെ ഔട്ട് പേഷ്യൻസിനും അല്ലെ പുറം രോഗികൾക്കും എല്ലാം കൊടുക്കുന്ന ഒരു സേവനമാണ്. എങ്ങനെയാണ് അവർ അവരുടെ സേവന സർവീസ് കൊടുക്കുന്നത്? അതായത് ഓരോ പേഷ്യൻസിന്റെയും രോഗത്തിന്റെ ആ ഒരു തരം അല്ലെ, അതിന്റെ ആ ഒരു നേച്ചർ, തരം, സ്വഭാവം ഒക്കെ മനസ്സിലാക്കിയിട്ട് അതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് എന്നാൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പോഷകാഹാര ശുപാർശകളും അതോടൊപ്പം തന്നെ എന്താണ് ഫുഡ് കൗൺസിലിംഗും കൂടെ കൊടുക്കുന്ന ഒരു സേവനമാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. നിസ്സാരമായിട്ട് ഒരു ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല അതിനകത്ത് നടക്കുന്നത്. പിന്നെ എന്തും കൂടിയാണ് ഈ പറയുന്ന രോഗികളുടെ അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച്. ഇപ്പൊ എല്ലാ രോഗികൾക്കും ഈ പറഞ്ഞ പോലെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരുമോ? ഇല്ല അല്ലെ. ഓരോരുത്തരുടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കൊളസ്ട്രോൾ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഫ്രൈ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പറ്റും. ഇല്ല, അവരങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ട് വരും. ശരിയല്ലേ? അതുപോലെ ഇപ്പൊ BP ഉള്ള ആൾക്കാരാണെങ്കിൽ, ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളാണെങ്കിൽ ഡോക്ടേഴ്സ് പറയില്ലേ ഉപ്പ് കുറയ്ക്കാൻ അവരോട് പറയും, അല്ലെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ അച്ചാറ്, പപ്പടം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവരോട് ഒഴിവാക്കാനായിട്ട് പറയും. അപ്പൊ ഓരോ രോഗിയുടെയും ആ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ അവരുടെ രോഗത്തിന്റെ സ്വഭാവം തരമെല്ലാം മനസ്സിലാക്കിയിട്ട് പോഷകാഹാര ശുപാർശകളും അതോടൊപ്പം തന്നെ എന്താണ് ഫുഡ് കൗൺസിലിംഗും. അതേ ജോലി കറക്റ്റാണ്. ഡയബറ്റിക് പേഷ്യൻസിന് അവർക്കുണ്ടല്ലേ ഭക്ഷണത്തിന് നിയന്ത്രണമുണ്ട്. എല്ലാ ഭക്ഷണവും അവർക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊക്കെയാണ് പറയുന്നത് അവർക്ക് വേണ്ട പോഷകാഹാര ശുപാർശകളും എന്താണ്. ശരിയാ? സൗണ്ട് കുറവുണ്ടോ? എന്നൊന്ന് കൂട്ടിയിട്ട് നോക്കിയിട്ട് സൗണ്ട് ഓക്കെ ആണോ? കുറച്ചുകൂടെ ഉറക്കെ പറയാം കേട്ടോ. ഫാൻ കാണുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോ. കുറച്ചുകൂടെ ഉറക്കെ പറയാറേ. അപ്പം എന്താണ്, അപ്പൊ അത്തരത്തില് രോഗിയുടെ രോഗാവസ്ഥയുടെ ആ ഒരു തരവും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോഷകാഹാര ശുപാർശകളും അതുപോലെ ഫുഡ് കൗൺസിലിംഗും കൊടുക്കുന്ന ഒരു സേവനം കൂടിയാണ് എന്ത് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു നിസ്സാരം ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല ഡയറ്ററി സർവീസ് എന്ന് പറയുമ്പോൾ. അതിനൊരു സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമ്മൾ അതിന് കാണാനായിട്ട് കേട്ടോ. പോഷകാഹാര ശുപാർശകൾ കൊടുക്കണം, ഫുഡ് കൗൺസിലിംഗ് കൊടുക്കണം. ഓരോ പേഷ്യൻസിനെ സംബന്ധിച്ചും അവർക്കൊരു ബോധവാന്മാരാക്കി കൊടുക്കണം. അവർക്കുള്ള ഓക്കെ സിയ ഗുഡ് മോർണിംഗ്. അപ്പൊ എന്താണ് അവരുടെ രോഗത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, ഇന്ന ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഒരു ഭക്ഷണക്രമമാണ് നിങ്ങൾ ലൈഫിൽ എടുക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് രോഗികൾക്കും എന്ത് കൊടുക്കണം? ഒരു അവബോധം കൊടുക്കണം അല്ലെ. അവർക്കും അവരെയും അതിനെ കുറിച്ച് എന്താക്കി കൊടുക്കണം? ബോധവാന്മാരാക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളും കൂടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ? അടുത്ത് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ supporting service assisting in the restoration of health through diets created using science. എന്താണ് ഇവർ പറയുന്നത്? എന്താണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടെടുക്കുക അല്ലെ. വീണ്ടെടുക്കുക എന്നുള്ള അർത്ഥമാണ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞത്. അതായത് സയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണക്രമത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു സപ്പോർട്ടീവ് സേവനമാണ് ഇതെന്ന് പറയുന്നത് ഡയറ്ററി സർവീസ്. നമുക്കറിയാം ഇത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം.
എന്തുകൊണ്ടാണ് ഈ സയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണക്രമം എന്നൊക്കെ പറയാനായിട്ട് കാരണം എന്താണ്? സയന്റിഫിക്കലി പ്രൂവൺ ആണ് അല്ലെ. അതായത് നമ്മളിപ്പോ പറയുന്ന ന്യൂട്രീഷണൽ സയൻസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക പഠന വിഭാഗം തന്നെയുണ്ട്. അതിനകത്ത് എന്താ പറയുന്നത്? ഫിസിയോളജിക്കൽ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ആണ് പറയുന്നത്. മനസ്സിലായോ? അതായത് ഓരോ പോഷകാംശങ്ങളും ഏതൊക്കെ അളവില് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഫുഡൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. അതെല്ലാം തന്നെ സയന്റിഫിക്കലി പ്രൂവൺ ആണ്. മനസ്സിലായോ? അത്തരത്തിൽ സയൻസ് ക്രിയേറ്റ്, അതുകൊണ്ടാണ് സയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണക്രമം എന്നൊക്കെ പറയുന്നത്. ന്യൂട്രീഷണൽ സയൻസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക പഠന വിഭാഗം തന്നെ നിലവിലുണ്ട്. അത് സയന്റിഫിക്കലി എന്താണ്? പ്രൂവൺ ആണ്. ആ രീതിയിലാണ് ഭക്ഷണക്രമത്തെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്ന അത്തരം സേവനങ്ങളും ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ് who are receiving the treatment at the hospital regarding the use and benefit of various foods required for various foods and the healthy diets. എന്താണ് ഇപ്പൊ സൗണ്ട് പ്രശ്നമുണ്ടോ? സൗണ്ട് പ്രശ്നമുണ്ടോ? ഇപ്പോ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? എന്താണ് ജോബി, സൗണ്ടിന്റെ ഇഷ്യൂ വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഓക്കെ അല്ലേ? ആ ശരി. സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ, കുറച്ചൊക്കെ കേൾക്കുന്നില്ലേ? എന്താണ് പറയുന്നത്? ഏതാ ചാപ്റ്റർ എന്നാണ്? ഈ ചാപ്റ്റർ നമ്പർ 7 ആണ് കേട്ടോ. മൊഡ്യൂളാണ്. മൊഡ്യൂള് 2 വരുന്നതാണ്. ശരിക്കും നിങ്ങൾക്ക് നോട്ട്സ് തുടക്കമേ കിട്ടിയിട്ടുണ്ടെങ്കിൽ 23 ആയിട്ടാണ് കിടക്കുന്നത്. 23. പക്ഷെ നമ്മൾ മൊഡ്യൂളായിട്ട് തിരിച്ചല്ലോ. മൊഡ്യൂളായിട്ട് തിരിച്ചു. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂളൊക്കെ ആയിട്ട് ചാപ്റ്റർ തിരിച്ചപ്പോ അതിനകത്ത് 7 ആയിട്ടാണ് കിടക്കുന്നത് നമ്പർ കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് തുടക്കമേ നോട്ട്സ് കിട്ടിയിരുന്നു. അതിനകത്ത് 23 ആണ് കേട്ടോ. 23 ആണ്. എന്താണ് ജോബി, ഏതാണ് പറയേണ്ടത്? സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ്, ഏത് മുതൽ ഇത് വരെയാണ്? ഫസ്റ്റ് മൊഡ്യൂള് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഇട്ട് തന്നിട്ടുണ്ടല്ലോ. ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഇട്ട് തന്നിട്ടുണ്ടല്ലോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റേഴ്സ്, സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്, തേർഡ്, ഫോർത്ത് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജോബി കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ജോബിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോ ഇതിനകത്ത് പറയുന്നത് രണ്ടാമത്തെ പാരഗ്രാഫാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ് who are receiving the treatment at the hospital regarding the use and benefit of various foods and healthy diets. അത് മാത്രമല്ല, എന്താണ്, ഓരോ രോഗികൾക്കും ഈ പറയുന്ന വാരിയസ് ഫുഡ്സ് അല്ലെ, പലതരത്തിലുള്ള ഭക്ഷണത്തെ കുറിച്ചും അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റ് അല്ലെ, ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണത്തെ കുറിച്ചും അതെങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ ബെനിഫിറ്റ്സ് അല്ലെ, അതിന്റെ പ്രയോജനങ്ങള് എന്നിവയെ കുറിച്ചെല്ലാം തന്നെ ഹോസ്പിറ്റലിലുള്ള ഓരോ പേഷ്യൻസിനും എന്താണ് ബോധവാന്മാരാണ്. എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അവരെ ഇതിനെ കുറിച്ച് ബോധവാന്മാരൊക്കെ കൊടുക്കുക. അങ്ങനെയുള്ള സേവനങ്ങളും ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് ഹെൽത്തി ഡയറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അവര് ഒരു ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? contains adequate amounts of all the necessary nutrients required for the healthy growth and activity. അല്ലെ, അതായത് ആരോഗ്യപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായ പോഷകങ്ങള് മതിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഡയറ്റ് അല്ലെ, മതിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെ. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളുടെ ശരിയായിട്ടുള്ള ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള പോഷകങ്ങള് മതിയായ അളവിൽ അല്ലെ, ആഡിക്വേറ്റ് എമൗണ്ട് എന്നാണ് പറയുന്നത്. മതിയായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ഹെൽത്തി ഡയറ്റിലൂടെ നമുക്ക് എന്താണ്, അസുഖം വരാതെ കുറെ കൂടെ കാലം നമുക്ക് ജീവിക്കാനുള്ള ഒരു ഹെൽപ്പും കൂടിയാണ് ഒരു ഹെൽത്തി ഡയറ്റ് നമുക്ക് തരുന്നത് അല്ലെ, ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണം. അപ്പൊ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തെ കുറിച്ചും പലതരത്തിലുള്ള ഫുഡുകളെ കുറിച്ചുമുള്ള അതിന്റെ ഉപയോഗം, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഓരോ പേഷ്യൻസിനെയും ബോധവാന്മാരാക്കുക.
അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ ഡയറ്ററി സർവീസിനകത്ത് വരുന്നത് കേട്ടല്ലോ. പിന്നെ എന്താണ് ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്? എ ന്യൂട്രീഷ്യസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻസ് ഗുഡ് ഹെൽത്ത്, അല്ലെ? അതായത് നല്ലൊരു ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന ഭക്ഷണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നതും ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്നൊക്കെ പറയുന്നത് സെയിം അല്ലേ, ഇതൊക്കെ തന്നെ എല്ലാം ഒരുപോലെയല്ലേ? അത് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് പല അസുഖങ്ങൾ വരാതെ നമുക്ക് കുറെ കൂടെ കാലം ജീവിക്കാനുള്ള ഒരു ഡയറ്റ് കൂടിയാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ദ ന്യൂട്രിയൻസ് ടു യുവർ ബോഡി ടു സർവൈവ്. നമ്മുടെ ബോഡിക്ക് അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭക്ഷണമാണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നമ്മളോട് പറയും എന്തൊക്കെ ഫുഡുകൾ നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ ഏതെല്ലാം ഫുഡുകളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്, എത്ര ക്വാളിറ്റിയിൽ നമ്മൾ ഫുഡ് എടുക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ന്യൂട്രിയൻസ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ്. മനസ്സിലായി? അത്രയേ ഉള്ളൂ. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് എങ്ങനെയാണ് രോഗികളുടെ സ്വഭാവം, അല്ലെ, രോഗത്തിന്റെ സ്വഭാവവും തരവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട പോഷകാഹാര ശുപാർശകളും ഒപ്പം ഭക്ഷണ കൗൺസിലിംഗും ഒക്കെ കൊടുക്കുന്ന ഒരു സേവനമാണ്. അത് ഇൻ പേഷ്യൻസിനും അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസിനും ഒരുപോലെ കൊടുക്കുന്ന സേവനങ്ങളാണ്, അല്ലെ? അതുപോലെ തന്നെ ഓരോ രോഗിക്കും അവരുടെ രോഗാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇന്ന ഭക്ഷണക്രമങ്ങൾ നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യണം എന്നുള്ളൊരു ഫുഡ് കൗൺസിലിംഗും കൂടെ അവരതിനകത്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? പിന്നെ എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ്? അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതായത് നമ്മുടെ ശരീരത്തിന്റെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ മതിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഡയറ്റിനെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. എന്താണത്? ഒബ്ജക്റ്റീവ്സ് ആണ്, അല്ലെ, ലക്ഷ്യങ്ങളാണ്. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് അവർക്കുള്ളത്? എന്താണ് അതുല്യ? ചാപ്റ്റർ 7 ഇതിൽ വേറെ ചാപ്റ്റർ ആണ്. ഓക്കെ, അതായത് ചാപ്റ്റർ 7 എന്ന് പറയുന്നത് മൊഡ്യൂൾ ആക്കി തിരിച്ചപ്പോ വന്നതാണ് കേട്ടോ. ശരിക്കും 23 ആണ്. നിങ്ങളുടെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? അതിനകത്ത് 23 ആണ്. നിങ്ങൾ നമ്പർ നോക്കണ്ട, അതുപോലെ ഹെഡിങ് നോക്കുക. ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ നോക്കുക. ഓക്കെ, പേര് നോക്കിയാൽ മതി കേട്ടോ, നമ്പർ നോക്കണ്ട. ഡയറ്ററി സർവീസസ് അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നോക്കാം ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഉള്ളതെന്ന്. എന്തൊക്കെയാണ് അവരുടെ എയിംസ് എന്ന് പറയുന്നത്? 6 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ് while retaining a high standard hygiene, production, delivery, sanitation to all the patients. എന്താണ് അവർ പറയുന്നത്? അതായത് എല്ലാ രോഗികൾക്കും, അല്ലെ, എല്ലാ രോഗികൾക്കും ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ശുചിത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ, ഡെലിവറി, സാനിറ്റേഷൻ. എന്താണ് ചിത്തിലാലെ? നോട്ട് ഉള്ളതിന്റെ സ്ഥലം കേട്ടോ. നോട്ട് എന്ന് വെച്ചാൽ വലിയ നോട്ട്സ് ഒന്നല്ല. നമ്മൾ ഇതിൽ പറഞ്ഞു പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒരു എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് നമ്മൾ തരുന്ന നോട്ട്സ്. അത് ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അല്ലാണ്ട് വേറെ എക്സ്ട്രാ കൂടുതൽ വലിയ നോട്ടൊന്നും ഇതിനെ കുറിച്ച് നമ്മൾ കൊടുക്കുന്നില്ല. ഓൾറെഡി ഷോർട്ട് നോട്ട് ആയിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ചില ടേംസുകൾ വരില്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് സെന്റൻസ് ആക്കി പറഞ്ഞത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പൊ എന്താണ്? എല്ലാ പേഷ്യൻസിനും ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ശുചിത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉൽപാദന വിതരണ ശുചിത്വം, അല്ലെ, ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും അവിടേക്ക് എന്താണ് ശുചിത്വം പാലിക്കണം. അതെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് വളരെ എന്താണ് പോഷകപ്രദവും രുചികരവും അതുപോലെ തന്നെ ആരോഗ്യപ്രദവുമായിട്ടുള്ള ഒരു ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. അതാണ് അവരുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്, ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായല്ലോ? ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, ഡെലീഷ്യസ് and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. ക്ലിയർ ആയല്ലോ? എല്ലാ പേഷ്യൻസിനും ഒരു ഉൽപാദന വിതരണ ശുചിത്വവും അതോടൊപ്പം തന്നെ എന്താണ് ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ഭക്ഷണ സേവനം ഉറപ്പാക്കിക്കൊണ്ട് വളരെ പോഷകപ്രദവും അതുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. അതാണ് അവരുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ് പറയുന്നത്? ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്, അല്ലെ?
ഭക്ഷണത്തിന്റെ ആസൂത്രണം അതുപോലെ തന്നെ അതിന്റെ വിലയിരുത്തലുകൾ. അതാണ് അവരുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഓരോ രോഗിക്കും അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്തു കൊടുക്കണം, അല്ലെ? അതാണ് ഭക്ഷണ ആസൂത്രണം എന്ന് പറയുന്നത്. ആ ഭക്ഷണ ആസൂത്രണം നടത്തുക, അതോടൊപ്പം തന്നെ അതിൽ ഇവാലുവേറ്റ് ചെയ്യുക, കൃത്യമായിട്ട് വിലയിരുത്തണം. ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി കൊടുത്തോണ്ട് മാത്രം കാര്യമില്ല, അത് ആ രോഗിക്ക് നല്ല രീതിയിൽ അവർക്കത് ഫലപ്രദമാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്തുകൂടെ ചെയ്യണം, വിലയിരുത്തി കൂടെ വേണം, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ് ആണ് അവരുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാൻ. ഇതുപോലെ തന്നെ പോഷകാഹാര ആസൂത്രണവും അതുപോലെ തന്നെ കലോറി ആവശ്യകതകളും എല്ലാം തന്നെ കണക്കാക്കുക. ഇതാണ് അവരുടെ മൂന്നാമത്തെ ലക്ഷ്യം. ഇതാണ് പറയുന്നത്, ഈ പറയുന്ന പോഷകാഹാര ആസൂത്രണവും അതുപോലെ കലോറി ആവശ്യകതകളും കണക്കാക്കുക. അത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. പോഷകാഹാര ആസൂത്രണം, അല്ലെ? ഈ പറയുന്ന നമ്മൾ ഡയറ്റ് പ്ലാനിങ് പറഞ്ഞ പോലെ ഓരോ അവരുടെ ശരീരം വെച്ചിട്ട് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും, എല്ലാ രോഗികൾക്കും എല്ലാ ഭക്ഷണവും കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ തീരെ ഭക്ഷണം കുറഞ്ഞു പോയാലും അവർക്ക് എന്ത് സംഭവിക്കാനായിട്ട് പാടില്ല, പോഷകാഹാര കുറവ് വരാനായിട്ട് പാടില്ല, അല്ലെ? അത് കൃത്യമായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അതോടൊപ്പം തന്നെ കലോറി ആവശ്യകത നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അല്ലെ? കലോറി, ഇത്ര കലോറി എന്നൊക്കെ പറയാം. എന്താണ് കലോറി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? എന്താണ് കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഇപ്പൊ നമുക്ക് വാഹനം ഓടാനായിട്ട് പെട്രോള്, ഡീസല് എന്നതുപോലെ തന്നെയാണ് എന്താണ് നമ്മളുടെ ശരീരത്തിന്റെ ഊർജ പ്രവർത്തനങ്ങൾക്ക് കലോറി എന്ന് പറയുന്ന ഒരു ഇന്ധനം ആവശ്യമാണ്. ശരി, മനസ്സിലായി? വാഹനത്തിനോടും പെട്രോള്, ഡീസൽ എന്ന് പറയുന്ന ഒരു ഇന്ധനം വേണ്ടേ? എന്നതുപോലെ നമ്മളുടെ മനുഷ്യ ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റീസുകൾ നടക്കണമെങ്കിൽ അവിടെ കലോറി അഥവാ കലോറി എന്ന് പറയുന്ന ഒരു എന്താണ് ഇന്ധനം ആവശ്യമാണ്. ഈ കലോറി നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മളുടെ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മളെപ്പോഴും ഭക്ഷണത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഈ നമുക്ക് ലഭിക്കുന്ന കലോറി എന്ന് പറയുന്നത് പല ഊർജാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ നമ്മുടെ ഹൃദയ സ്പന്ദനത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നടത്തുന്ന പല വിധത്തിലുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയ തരത്തിൽ എന്താ ആവശ്യമാണ്? കലോറി ആവശ്യമാണ്, അല്ലെ? അത് കൂടാതെ ഇപ്പൊ നമ്മൾ കുറെ കൂടെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ നമ്മൾ ഓടാണ്, അല്ലെങ്കിൽ ചാടാണ്, നടക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആദ്യമുള്ള വല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അതിന് കൂടുതൽ കലോറി നമുക്ക് ആവശ്യമായിട്ട് വരും, അല്ലെ? അപ്പൊ എപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ കലോറി നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കൂടുതലായിട്ട് കലോറി നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുമ്പോൾ നമ്മുടെ അത്യാവശ്യം വേണ്ട പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള കലോറി യൂസ് ചെയ്തിട്ട് ബാക്കി മിച്ചം വരുന്ന കലോറി കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടും. മനസ്സിലായോ? മിച്ചം വരുന്ന കലോറി നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് ശേഖരിക്കപ്പെടും. അത് പിന്നീട് ക്യുമുലേറ്റ് ചെയ്ത അവസാനം എന്താണ്? ഈ പറയുന്ന പ്രമേഹം, അല്ലെങ്കിൽ എന്താ പറയാ അമിതവണ്ണം, അല്ലെങ്കിൽ ഹൃദയാഘാതം പോലെയുള്ള ഫാറ്റ് ആവും. കറക്റ്റ് ആണ്. അതായത് ഒരുപാട് അസുഖങ്ങളിലേക്ക് നയിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്നത്തെ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള കലോറി അന്നത്തെ തന്നെ എന്താ പറയാ ഉപയോഗിച്ച് തീർക്കണം. അതാണ് അതിന്റെ ഒരു ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. എക്സ്ട്രാ കലോറി നമ്മുടെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമ്മളത് കത്തിച്ച് കളയണം, എന്തെങ്കിലുമൊക്കെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് നമ്മളത് കളയണം. അതല്ലാത്ത പക്ഷം അത് അടിഞ്ഞുകൂടി പിന്നീട് നമുക്ക് പല അസുഖങ്ങൾക്കും കാരണമാവും. അത് മാത്രമല്ല, എല്ലാ ഭക്ഷണത്തിലും ഒരേ കലോറി ആണോ ഉള്ളത്? ഒരേ അളവിലാണോ കലോറി ഉള്ളത്? അല്ല, എല്ലാ ഭക്ഷണത്തിലും കലോറിയുടെ അളവ് എന്താണ്? വ്യത്യാസമുണ്ട്, അല്ലെ? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും ഒരു പരിധി വരെ നല്ലതാണ്, അല്ലെ? നമുക്ക് നല്ലൊരു ഭക്ഷണ ക്രമം ഉണ്ടാക്കിയെടുക്കുന്നതിന് അങ്ങനെയുള്ള അറിവും എന്താണ് നല്ലതാണ്, അല്ലെ? എന്താണ് ചെയ്യാം? കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളത്, അതെ, കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ ഫാറ്റ് കൂടുന്നുണ്ട് ശരീരത്തിന്, കേട്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള എന്താണ് കലോറി ആവശ്യകതകളും അതുപോലെ പോഷകാഹാര ആസൂത്രണവും ഒക്കെ കണക്കാക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്, കേട്ടോ, ലക്ഷ്യമാണ്. അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്, അല്ലെ? ഈ പറയുന്ന രോഗികൾക്ക് ഒരു വ്യക്തിഗതമായിട്ടുള്ള പോഷകാഹാര സഹായം, അതും എന്താണ് അവരുടെ ലക്ഷ്യമാണ്, അല്ലെ? ഓരോ രോഗികൾക്കും അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് കൊടുക്കുക. അതും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ്, കേട്ടോ. അടുത്തത് എന്താണ്? OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ്, അതായത് ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻ പേഷ്യന്റിനുള്ള ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ കൗൺസിലിംഗ് ഒക്കെ നൽകുക. ഞാൻ പറഞ്ഞത് ഓൾറെഡി എന്താണ് ഇൻ പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും ഒരുപോലെ കൊടുക്കുന്ന ഒരു സേവനമാണ്, അല്ലെ? ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഈ ഭക്ഷണ കൗൺസിലിംഗ് അത് കൊടുക്കണം.
എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നല്ല ഹെൽത്തി ഹാബിറ്റ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഹെൽത്തി ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ, അതിലൂടെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഡയറ്റ് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? ട്രെയിനിങ് ഫോർ ദ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷണക്രമം അല്ലെ. അതായത് ഓരോ ഭക്ഷണക്രമത്തിലും ഉൾപ്പെടുത്തേണ്ട ഐറ്റംസുകൾ, ഇനങ്ങള്, അവയെ കുറിച്ചുള്ള ഒരു എന്താണ് പരിശീലനം കൊടുക്കുക. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അത് ഓരോ രോഗികൾക്കും ഓരോ തരത്തിലായിരിക്കും അല്ലെ. ഇപ്പോ അത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണോ, അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആണോ വേണ്ടത്, വിറ്റമിൻസ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ചെറിയ അളവിൽ ഫാറ്റ് വേണോ? അപ്പൊ അങ്ങനെ ഓരോ ഭക്ഷണക്രമത്തിലും എന്തെല്ലാം ഘടകങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശീലനം കൊടുക്കുക. ഇതെല്ലാം തന്നെ ഇവരുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 6 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഉയർന്ന എന്താണ് ശുചിത്വത്തോട് കൂടിയിട്ട് അല്ലെ, ഉയർന്ന നിലവാരമുള്ള ശുചിത്വം പാലിച്ചുകൊണ്ട് എന്താണ് അച്ഛൻ? ഫോർത്ത് പോയിന്റ് എന്തായിരുന്നു? പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. അതായത് രോഗികൾക്ക് വ്യക്തിഗതമായിട്ടുള്ള ഒരു പോഷകാഹാര സഹായം കൊടുക്കുക. അവർക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക വ്യക്തിപരമായിട്ട് ഓരോ രോഗികൾക്കും. മനസ്സിലായോ? നമ്മളിപ്പോ സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവര് നമ്മുടെ ഡയറ്റീഷ്യൻസ് വരും, നമ്മളോട് പറയും ഇതിന്റെ ഭക്ഷണമാണ് നിങ്ങൾ ഇനി ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്ര കാലം വരെ നിങ്ങൾ ഇങ്ങനെ ഒരു ഡയറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു വ്യക്തിഗതമായിട്ടുള്ള ഒരു അസിസ്റ്റൻസും നമുക്ക് കൊടുക്കാൻ സാധിക്കും. മനസ്സിലായോ? അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് 6 പോയിന്റ്സ്? ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. അതായത് എല്ലാ രോഗികൾക്കും ഉയർന്ന ശുചിത്വത്തോടുകൂടി ശുചിത്വ നിലവാരം ഉറപ്പാക്കിക്കൊണ്ട് വളരെ പോഷകപ്രദവും അതുപോലെ തന്നെ രുചികരവും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തേത് എന്താണ്? കൃത്യമായിട്ടുള്ള ഭക്ഷണ ആസൂത്രണം നടത്തുക, അതിനെയെല്ലാം വേണ്ട വിധത്തിൽ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? പോഷകാഹാര ആസൂത്രണവും കലോറി ആവശ്യകതകളും കണക്കാക്കുക. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ രോഗികൾക്ക് വ്യക്തിഗതമായിട്ടുള്ള ഒരു പോഷകാഹാര എന്താണ് നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഒരു പേഴ്സണൽ അസിസ്റ്റൻസ് കൊടുക്കുക ഓരോ രോഗികൾക്കും. അത് അവരുടെ ഒരു ഒബ്ജക്റ്റീവാണ്. അതോടൊപ്പം തന്നെ ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും എന്താണ് ഭക്ഷണ കൗൺസിലിംഗ് നൽകുക. അത് അവരുടെ ഒബ്ജക്റ്റീവാണ്. അതുപോലെ ഓരോ ഭക്ഷണക്രമത്തിലും ഏതെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശീലനം അവർക്ക് നൽകുക. ഇതൊക്കെയാണ് ഒരു ഡയറ്ററി സർവീസസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ബൈഹാർട്ട് ഇതൊന്നും പഠിക്കേണ്ട. ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇവരുടെ ലക്ഷ്യമാണ്, ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും വേണ്ടി കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാനോ? ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത പോർഷൻ നമുക്ക് നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാണ് ഡയറ്റീഷ്യൻ. നമുക്കറിയാം നമ്മൾ ഡയറ്ററി സർവീസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആരാണ് ഒരു ഡയറ്റീഷ്യൻ? അതാണ് ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിനകത്ത് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് വായിക്കാം. ഡയറ്റീഷ്യൻസ് ആർ ദ ഹെൽത്ത് പ്രൊഫഷണൽസ് ideally skilled in implementing and altering good routines of an individual or population. എന്താണ് പറയുന്നത്? ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഉൾപ്പെടുന്ന ഒരു പോപ്പുലേഷനോ ഒരു ശരിയായിട്ടുള്ള നല്ലൊരു ദിനചര്യ അല്ലെ, ഒരു ഗുഡ് റൂട്ടീൻ ആണ് പറയുന്നത്. നല്ല ദിനചര്യകള് നടപ്പിലാക്കാനും അതുപോലെ അതിന് മാറ്റങ്ങൾ വരുത്താനും ഒക്കെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെ, പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആരോഗ്യ വിദഗ്ധനാണ് ആരെന്ന് പറയുന്നത്? ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഡയറ്റീഷ്യന്മാരെയൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അവർക്കറിയാം കൃത്യമായിട്ട്. അപ്പൊ ആരാണ് ഡയറ്റീഷ്യൻ എന്നുള്ളത് ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? അതായത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഉൾപ്പെടുന്ന ഒരു പോപ്പുലേഷനോ കൃത്യമായിട്ട് നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്നതും അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതും ഒക്കെ ചെയ്യുന്ന ഒരു ഹെൽത്ത് പ്രൊഫഷണൽ, ഒരു ആരോഗ്യ വിദഗ്ധനാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്? A dietitian is the one who manages the preparation of therapeutic or other diets for individuals or groups in hospitals, institutions, other establishments, and for workers in particular sectors. നമുക്ക് വരെ പറയാം. എന്താണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ അല്ലെ, ഹോസ്പിറ്റലുകൾ ഉണ്ട്, മറ്റ് സ്ഥാപനങ്ങൾക്ക് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ മാത്രമുള്ളതല്ല കേട്ടോ. സ്കൂളിലുണ്ട് ഡയറ്റീഷ്യൻ, മറ്റു പല പ്രൈവറ്റ് സെക്ടറുകളിലുണ്ട്, ചില തൊഴിൽ മേഖലകളിൽ ചില പ്രൈവറ്റ് കമ്പനികളിലുണ്ട് ഡയറ്റീഷ്യൻസ് ഉണ്ടായിരിക്കും.
അപ്പൊ അത് ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് ഹോസ്പിറ്റല്, അതുപോലെ തന്നെ മറ്റു പല സ്ഥാപനങ്ങള്, അതുപോലെ പ്രത്യേക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികള്, അങ്ങനെയുള്ളവർക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ അല്ലെങ്കിൽ അവരുൾപ്പെടുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകൾക്കോ അല്ലെ അവരുൾപ്പെടുന്ന പോപ്പുലേഷനോ അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ ഭക്ഷണക്രമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഇൻസ്ട്രക്ട്സ് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ദ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസ് അല്ലെ. ഈ ഭക്ഷണ ക്രമ തത്വങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് ശരിയായിട്ടുള്ള ഡയറ്റ് തെരഞ്ഞെടുക്കുന്നതിനും അതിനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന വ്യക്തിയാണ് ഡയറ്റീഷ്യൻ. പിന്നെന്താണ്? ഡിസ്ചാർജസ് ദ ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ദ ന്യൂട്രീഷൻ പ്രോഗ്രാംസ് അല്ലെ. ഈ പറയുന്ന പോഷകാഹാര പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട ചുമതലകൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഡയറ്റീഷ്യൻ. പിന്നെന്താണ്? ആൻഡ് മേ ബി ലയബിൾ ഫോർ ദ ഫുഡ് പർച്ചേസിംഗ് ഓൺ ദ ബിഹാഫ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. അതോടൊപ്പം തന്നെ ഒരു സ്ഥാപനത്തിന്റെയോ എന്താണ് ശ്രുതി ചാപ്റ്റർ എത്രയാണോ 23 ഡയറ്ററി സർവീസ് ഭക്ഷണ സേവനങ്ങൾ കേട്ടോ. എന്താണ്? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഫുഡുകൾ അല്ലെ ഫുഡ് ഐറ്റംസുകളൊക്കെ വാങ്ങുന്നതിന് ബാധ്യസ്ഥതയുള്ള ലയബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് ആരെന്ന് പറയുന്നത്? ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഫുഡ് വാങ്ങാന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ഡയറ്റീഷ്യൻ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെനു അല്ലെ ഒരു ഫുഡ് മെനു പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തെല്ലാം ഐറ്റംസുകൾ വേണം അതെല്ലാം തന്നെ പർച്ചേസ് ചെയ്യണം അല്ലെ, വാങ്ങണം. അതിനൊക്കെ ലയബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ഈ പറയുന്ന ഡയറ്റീഷ്യൻ. മനസ്സിലായോ? അപ്പൊ ആരാണ് ഒരു ഡയറ്റീഷ്യൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡയറ്ററി സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഡയറ്റീഷ്യൻ. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങള് അല്ലെങ്കിൽ പ്രത്യേക തൊഴിൽ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്കോ വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ അവർക്ക് വേണ്ട ഭക്ഷണക്രമം കൈകാര്യം ചെയ്യുന്ന ആളാണ്. അത് മാത്രമല്ല ശരിയായിട്ടുള്ള ഒരു ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിലും അത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോഷകാഹാര പരിപാടികളിൽ എന്താ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥതയുള്ള ഒരു വ്യക്തി കൂടിയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഒരു ഡയറ്റീഷ്യൻ ആരാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. ഒരു ഡയറ്ററി മാനേജ്മെന്റ് അത് ഒരു ഭക്ഷണ നിയന്ത്രണത്തിന്റെ ആവശ്യകത എന്താണ്? അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഞാൻ കലോറിയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ഇന്നത്തെ കാലത്ത് പണ്ടെന്ന് പറയുമ്പോൾ ഒത്തിരി ഫുഡ് ഐറ്റംസ് ഇല്ല കഴിക്കാനായിട്ട്. ഇന്നത്തെ പോലെ ഭക്ഷണം അന്ന് കാലത്ത് കിട്ടിയിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അല്ലെ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ആവശ്യത്തിലധികം ഫുഡുകൾ കിട്ടുന്നുണ്ട്. ഈ പറയുന്ന ജന്തു ഫുഡ്സ് ഒത്തിരി അതെല്ലാം തന്നെ നമ്മളുടെ ആരോഗ്യത്തിന് വളരെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ആവശ്യമില്ലാത്ത കുറെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത കലോറി ചെല്ലുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ? ഇല്ല. അധ്വാനിക്കാതെ വരുന്നുണ്ടാവും ഈ വരുന്ന കാലറി മുഴുവൻ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടും. മറ്റു പല ജീവിതശൈലി രോഗങ്ങളിലേക്കൊക്കെ അത് നയിക്കും അല്ലെ. പിന്നെ ചില ആൾക്കാർ എന്താ ചെയ്യുന്നത്? കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകും അല്ലെ. ജിമ്മിൽ പോയിട്ട് അങ്ങനെയൊക്കെ വർക്ക്ഔട്ട് ചെയ്തതെന്ന് കത്തിച്ച് കളയാൻ. ചിലർ എന്ത് ചെയ്യും? ഭക്ഷണം പാടെ ഒഴിവാക്കും അല്ലെ. ഭക്ഷണം പാടെ ഒഴിവാക്കുന്നത് പ്രശ്നമാണ്. കാര്യം എന്താണ്? ഭക്ഷണം ചിലവര് എന്നാൽ പിന്നെ ഭക്ഷണം കുറയ്ക്കാം എന്ന് കരുതി കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേണ്ട വിധത്തിലുള്ള പോഷകാംശങ്ങൾ അവരുടെ ശരീരത്തിൽ കിട്ടില്ല. അപ്പൊ കൂടുതൽ ക്ഷീണാവും, ആരോഗ്യം ഭയങ്കരമായിട്ട് ക്ഷയിക്കും അല്ലെ. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കൃത്യമായിട്ടൊരു ഭക്ഷണക്രമം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓരോ ഐറ്റംസും നമ്മൾ കഴിക്കുമ്പോൾ അതിന് എത്ര കലോറി ഉണ്ട് അതിനകത്ത്, അത് എത്ര അളവിൽ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഡയറ്റീഷ്യന്റെ ഒരു എന്താ പറയാ ഒരു നിർദ്ദേശം എടുക്കുന്നത് നല്ലതായിരിക്കും. ആ രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ കുറെ കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാനും സാധിക്കും അല്ലെ. അപ്പൊ ഒരു ഭക്ഷണ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് by sustaining a balanced diet and keeping in consideration to meet all the essential nutrients needed by the body. എന്താണ് പറയുന്നത്? ഒരു സമീകൃത ആഹാരം നിലനിർത്തുന്നതിലൂടെയും
അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അവശ്യ പോഷകങ്ങൾ പരിഗണിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നമുക്ക് പിന്തുടരാനായിട്ട് സാധിക്കും. ശരിയല്ലേ? നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. സമീകൃത ആഹാരം. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് എഴുതി തരാം, ജസ്റ്റ് നോട്ടായിട്ട് തരാം. നിങ്ങൾക്ക് എഴുതി വെച്ചു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീകൃത ആഹാരം നിലനിർത്തുന്നതിലൂടെയും അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് അവശ്യ പോഷകങ്ങൾ പരിഗണിക്കുന്നതിലൂടെയും നമുക്കൊരു നല്ല ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, എ പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ്സ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ്, അല്ലെ, ആൻഡ് ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ആൻഡ് അതർ ടൈപ്സ് ഓഫ് ക്യാൻസർ. അത് മാത്രമല്ല, ഒരു ശരിയായിട്ടുള്ള ഭക്ഷണക്രമം എന്ന് പറയുന്നത് നമുക്കൊരു അനുയോജ്യമായിട്ടുള്ള ഒരു ബോഡി വെയിറ്റ്, അല്ലെ, ഒരു ശരീരഭാരം അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെന്താണ് ഈ പറയുന്ന വിട്ടുമാറും ക്രോണിക് ആയിട്ടുള്ള ചില ഡിസീസ് ഉണ്ട്, ഈ പറയുന്ന ക്യാൻസർ പോലെയുള്ളത്, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പ്രമേഹം പോലുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ ചെറുത്ത് നിൽക്കാനും നമുക്ക് ശരിയായിട്ടുള്ള ഭക്ഷണക്രമം കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? ശരിയായിട്ടൊരു ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്യുക, ഒത്തിരി അസുഖങ്ങളെ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കും. ക്യാൻസർ ഒക്കെ പോലുള്ള അസുഖങ്ങൾക്ക് അധികം വരാനുള്ള ഒരു റീസൺ പറയുന്നത് ഈ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളാണ് കേട്ടോ. പല ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ല, ഇപ്പോഴത്തെ ഒരു ഫുഡിന്റെ ഒരു സ്റ്റൈലാണ് പലരും കൂടുതലും ഈ പറയുന്ന ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആയിട്ട് മാറാനുള്ളൊരു കാരണം എന്നൊക്കെ അവർ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? എക്സാമ്പിൾസ് ഫോർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്. പലതരത്തിലുള്ള ഭക്ഷണം, അതിന് എക്സാമ്പിൾ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എന്തൊക്കെ ടൈപ്പ് ഡയറ്റ്സ് ഉണ്ട്, എന്തിനൊക്കെയാണ് അത്, ഏതൊക്കെ പർപ്പസിലാണ് നമ്മൾ അത്തരം ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നത്, അങ്ങനെയുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? കാർഡിയാക് ഡയറ്റ്. എന്താണ് ഫസ്റ്റ് വൺ? കാർഡിയാക് ഡയറ്റ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാല്. അതെ, the diet that promotes the heart health. അതെ, റിലേറ്റഡ് ടു ഹാർട്ട്. കറക്റ്റ് ആണ് കേട്ടോ. ജോലി ആതിര കാർഡിയാക് എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ടിന്റെ, അല്ലെ, ഈ പറയുന്ന ഹൃദയാരോഗ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്, അല്ലെ. കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത് ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്നും പറയാറുണ്ട് കേട്ടോ. ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്നും പറയാറുണ്ട്. ജസ്റ്റ് ഒരു സെന്റൻസ് ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. സെന്റൻസ് ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം, അങ്ങനെ എഴുതിയാൽ മതി. ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം, എന്നിട്ട് എഴുതാം. അപ്പൊ കുറെ കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ കാർഡിയാക് ഡയറ്റ് മനസ്സിലായാലോ? നമ്മുടെ ഹൃദയാരോഗ്യത്തിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഭക്ഷണക്രമം. ദാറ്റ് ഈസ് കോൾഡ് കാർഡിയാക് ഡയറ്റ് കേട്ടോ. രണ്ടാമത്തേത് എന്താണ്? റീനൽ ഡയറ്റ്. എന്തായിരിക്കും റീനൽ ഡയറ്റ്? റീനൽ എന്തായിരിക്കും? അതെ, കറക്റ്റ് ആണ്. വൃക്ക, അല്ലെ, നമ്മൾ റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൃക്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ. ഈ പറയുന്ന വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകള്, അതുപോലെ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളുകള്, അവരിപ്പോ ഫോളോ ചെയ്യേണ്ട ഒരു ഭക്ഷണക്രമമാണ് എന്ത്? റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. ഡയാലിസിസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരും ഈ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരുടെ ശരീരത്തിലെ ദ്രാവകങ്ങള്, ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സുകള്, ധാതുക്കള്, ഇവയെല്ലാം ഒരു ബാലൻസ് ആയിട്ട് നിലനിർത്തേണ്ടതുണ്ട്. ഒരു സന്തുലിതമായിട്ടുള്ള രീതിയിൽ നിലനിർത്തി പോകണം. അപ്പൊ അതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് എന്തെന്ന് പറയുന്നത്? റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? റീനൽ, ദ വേർഡ് ഇസ് റിലേറ്റഡ് ടു കിഡ്നി ആണ് കേട്ടോ. വൃക്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ഫാത്തിമ? കുഴപ്പമില്ല. ഇപ്പോഴല്ലേ കയറിയുള്ളൂ, പ്രശ്നമില്ല കേട്ടോ. റെക്കോർഡഡ് ക്ലാസ് കാണാനായിട്ട് നോക്കണേ. ചാപ്റ്റർ 23 ആണ് ഡയറ്ററി സർവീസസ്. ഡയറ്ററി സർവീസസ്, ഭക്ഷണ സേവനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങിയത് കേട്ടോ. ഓക്കെ, അപ്പോ ക്ലാസ് മിസ്സായ ഭാഗങ്ങള് ലാസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അതുകൂടാതെ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ റീനൽ ഡയറ്റ് പറഞ്ഞു. അടുത്തത് എന്താണ്? ലോ സോഡിയം ഡയറ്റ്, അല്ലെ. ലോ സോഡിയം ഡയറ്റ് എന്തായിരിക്കും? അത് സോഡിയത്തിന്റെ ഇൻടേക്ക് നിയന്ത്രിച്ചുകൊണ്ടുള്ള, അല്ലെ, നമ്മുടെ സോഡിയത്തിന്റെ അളവ് നിയന്ത്രിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഭക്ഷണക്രമത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയുള്ളവർക്കായിരിക്കും ഈ പറയുന്ന
എന്താണ് ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് അല്ലെ, അതെ അതെ BP പേഷ്യൻസ് നിങ്ങൾക്കറിയാലോ, BP ഉള്ളവരുടെ അടുത്ത് ഡോക്ടേഴ്സ് പറയാറില്ല ഉപ്പ് കുറയ്ക്കണം എന്ന് പറയാറില്ലേ, പപ്പടം അച്ചാറ് അല്ലെങ്കിൽ ചമ്മന്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരോട് കുറയ്ക്കാൻ പറയാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? സോഡിയം ഇൻടേക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത്തരത്തിലുള്ള ഭക്ഷണക്രമത്തിനെയാണ് നമ്മൾ ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? സോഫ്റ്റ് ഡയറ്റ് അല്ലെ. സോഫ്റ്റ് ഡയറ്റ് പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ആണ് അല്ലെ. എന്ന് പറഞ്ഞ എന്താണ്? നമുക്ക് ചവയ്ക്കാനും അല്ലെങ്കിൽ നമുക്ക് വിഴുങ്ങാനും ഒക്കെ എളുപ്പമുള്ള ഭക്ഷണം അല്ലെ. ഈ ബ്രെഡ് പോലത്തെ വളരെ സോഫ്റ്റ് കഞ്ഞി അങ്ങനെയുള്ളതൊക്കെ എന്താണ്? സോഫ്റ്റ് ഡയറ്റ് ആണ് അല്ലെ. സാധാരണ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു മെഡിക്കൽ ടെസ്റ്റിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പൊതുവെ ഏതായിരിക്കും പ്രിഫർ ചെയ്യാം? സോഫ്റ്റ് ഡയറ്റ് ആയിരിക്കും. അതുപോലെ ഇപ്പൊ വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ, പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് എന്താണ് പല്ലൊന്നും ഉണ്ടാവില്ല അല്ലെ, ചവയ്ക്കാനും പലതും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ എന്താ അധികം കൊടുക്കുക? സോഫ്റ്റ് ഡയറ്റ് അല്ലേ അവർക്ക് കൊടുക്കുക അല്ലെ. അവർക്ക് ച്യൂ ചെയ്യാനും സ്വാലോ ചെയ്യാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? അത് അതിന്റെ ഘടന എന്തായിരിക്കും? സോഫ്റ്റ് ഇൻ ടെക്സ്ചർ അല്ലെ. ഘടനയിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല എന്താണ്? ഡൈജസ്റ്റ് ചെയ്യാനും കൂടെ എളുപ്പമായിരിക്കും അല്ലെ. ദഹിക്കാനായിട്ട് എളുപ്പമുള്ളതായിരിക്കും. ഇപ്പൊ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അവർക്കൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും സോഫ്റ്റ് ഡയറ്റ് ആയിരിക്കും. ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള ഭക്ഷണമായിരിക്കും അല്ലെ. ഓക്കെ, അടുത്തത് എന്താണ്? ഡയബറ്റിക് ഡയറ്റ്. പേര് കേട്ടാൽ അറിയാം അല്ലെ. ഡയബറ്റിക് എന്താണ്? അതെ, ഷുഗർ പേഷ്യൻസിന് കൊടുക്കുന്ന ഭക്ഷണക്രമമാണ് അല്ലെ. അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിച്ചുകൊണ്ടുള്ള ഭക്ഷണക്രമമാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ പൊതുവെ നമ്മൾ ഷുഗർ ഉള്ളവരെന്ന് പറയുന്നത് ഷുഗർ പാടെ ഒഴിവാക്കണം എന്ന് പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഭക്ഷണവും ചെറിയ അളവിൽ അവർക്ക് കഴിക്കാം കേട്ടോ. എല്ലാ ഭക്ഷണവും ചെറിയ അളവിൽ അവർക്ക് കഴിക്കണം. അതാണ്. ഇത് മാത്രമല്ല ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയോ? കറക്റ്റ് സമയത്തിന് അവർ ഭക്ഷണം കഴിക്കണം അല്ലെ. കറക്റ്റ് ടൈമിന് അവർ ഭക്ഷണം കഴിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് പല ബുദ്ധിമുട്ടുകൾ വരും. ഷുഗർ വാരിയേഷൻ വരും, തലകറങ്ങി വീഴുക, അല്ലെങ്കിൽ അബോധാവസ്ഥയില, അങ്ങനെയൊക്കെ. അപ്പൊ പരമാവധി അങ്ങനെയുള്ള ആൾക്കാര് കറക്റ്റ് സമയത്തിന് ഫുഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? 6th വൺ എന്താണ്? ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണ് അല്ലെ. എന്താണ്? ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം അല്ലെ. എന്ന് പറഞ്ഞാല് നമ്മളുടെ എന്താ പറയാ ശരീരത്തിന്റെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനത്തിന് ഏകദേശം ഒരു 20% അതിൽ കൂടുതലും ഒക്കെ കലോറിയുള്ള ഐറ്റംസുകൾ നമുക്ക് പ്രോട്ടീനിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം ഉണ്ടായിരിക്കും. അതായത് ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ചിക്കൻ, അതുപോലെ ബീഫ്, പിന്നെ മുട്ട, അതുപോലെ തന്നെ സോയ, അങ്ങനെയുള്ള ഫുഡൊക്കെ ഇല്ലേ. കൂടുതലും നമുക്കറിയാം ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഇല്ലേ, ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ, വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർ ഈ മസിലൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെയുള്ളവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കും കേട്ടോ. ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, അതുകൊണ്ടാണ് അവർ കൂടുതൽ ചിക്കനൊക്കെ കഴിക്കുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ഈ സോയ ഇല്ലേ, എന്തായാലും പറയാ സോയ, അങ്ങനെ ആ ഒരു സാധനമല്ലേ സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്, ഇതൊക്കെ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതെ, സോയാബീൻ, അതെ, സോയ ചങ്ക്സ്. ഓക്കെ, സോയ ചങ്ക്സ്, അതെ, അതൊക്കെ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഓക്കെ, അടുത്ത് എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? ലിക്വിഡ് ഡയറ്റ് ആണ് അല്ലെ. എന്താണ്? ലിക്വിഡ് ഡയറ്റ് ആണ്. ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഒരു സോഫ്റ്റ് ഡയറ്റ് പറഞ്ഞു അല്ലെ. ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിനകത്തൊക്കെ ഉരുകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. വളരെ ലഘുവായിട്ടുള്ള മൃദുവായിട്ടുള്ള ഭക്ഷണങ്ങൾ. അതെ, വാട്ടറി ഐറ്റംസ്, അതെ, ജ്യൂസ്, അതുപോലെ ഐസ്ക്രീം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ലേ, അതൊക്കെ എന്താണ്? ലിക്വിഡ് ഡയറ്റ് ആണ് അല്ലെ. പൊതുവെ നമ്മൾ ഈ പറയുന്ന സർജറിക്ക് പോകുന്നതിനേക്കാളും മുമ്പ് അല്ലെങ്കിൽ സർജറിക്ക് ശേഷം ഒക്കെ നമ്മൾ പൊതുവെ കഴിക്കുന്നത് എന്തായിരിക്കും? ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും അല്ലെ. അത് ഡൈജസ്റ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പൊ പലതരത്തിലുള്ള ഡയറ്റുകളാണ്. അതെ, കഞ്ഞി, അതെ, ജ്യൂസ് ഒക്കെ എന്താണ്? ലിക്വിഡ് ഡയറ്റ് ആണ് കേട്ടോ. സോഫ്റ്റ് ഡയറ്റും ആണത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് ആണ്. ഞാൻ ചെറിയൊരു സെന്റൻസ് ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കും. കാര്യം ഇതിൽ നിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളോട് ചോദിക്കുകയാണ്, വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ഒരാൾക്ക് താഴെ പറയുന്ന ഏത് ഡയറ്റ് ആയിരിക്കും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക എന്നൊരു ചോദ്യം വരാണ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കാണും, ഈ പറയുന്ന ഡയബറ്റിക് ഡയറ്റ് കാണും, റീനൽ ഡയറ്റ് കാണും, അതുപോലെ കാർഡിയക് ഡയറ്റ്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ റീനൽ ഡയറ്റ് ആണ് കൊടുക്കുക എന്നുള്ളത്. ഡയബറ്റിക് ഡയറ്റ് എന്നൊക്കെ പറയുന്ന പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ ഒരു ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഏത് ഡയറ്റ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യും? അപ്പൊ നമ്മൾ അവർക്ക് എന്തായിരിക്കും? ലോ സോഡിയം ഡയറ്റ് ആയിരിക്കും നമ്മൾ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ.
ഓക്കെ, അപ്പൊ ഞാനത് ചെറിയ സെന്റൻസ് ആക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരാം. ഒരു പോർഷനും കൂടെ എടുത്തിട്ട് നമുക്ക് എഴുതാം കേട്ടോ. അടുത്തത് കൂടെ നമുക്ക് നോക്കാം. എന്താണത്? ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ അല്ലെ? ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. നമ്മൾ എവിടെയായിരിക്കണം ഒരു ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? അതുപോലെ അതിന്റെ ഡിസൈൻ മീൻസ് അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ that this department is preferably located. എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അല്ലെ? എവിടെയായിരിക്കണം ഐഡിയൽ ലൊക്കേഷൻ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. നമ്മൾ കയറി ചെല്ലുന്ന ഫ്ലോർ ആണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. പിന്നെന്താണ്? അതെ, കറക്റ്റ് ആണ് കേട്ടോ, ഗ്രൗണ്ട് ഫ്ലോർ. പിന്നെന്താണ്? The design and the physical facilities of the department have an importance on the standard of food service, labor cost and the morale of employees. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ ഈ പറയുന്ന ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡിസൈൻ അല്ലെ, അതിന്റെ ഒരു രൂപകൽപ്പന അല്ലെങ്കിൽ അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ അല്ലെ, ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എന്തിനെല്ലാമാണ് പ്രാധാന്യം കൊടുക്കുന്നത്? 3 കാര്യങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്ന് വന്നിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ദ ഫുഡ് സർവീസ് അല്ലെ, ഭക്ഷണ സേവനത്തിന്റെ നിലവാരം, അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ. ഭക്ഷണ സേവനത്തിന്റെ നിലവാരം കൂടുമ്പോൾ അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റീസ് കൂടും അല്ലെ, ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും. പിന്നെന്താണ്? ലേബർ കോസ്റ്റ് അല്ലെ, തൊഴിൽ ചെലവുകൾ. ലേബർ കോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. കാര്യം നമുക്കറിയാം, നമ്മളൊരു സാധാരണ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നതും നമ്മളിപ്പോ ഒരു 5 സ്റ്റാറിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതും തമ്മിൽ നല്ലൊരു വ്യത്യാസമില്ലേ? അവിടെ ലേബർ കോസ്റ്റിന് വ്യത്യാസം വരില്ലേ? എന്താണ് കാര്യം? ഇപ്പൊ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവര് കറക്റ്റ് ആയിട്ട് നല്ലൊരു യൂണിഫോം ഒക്കെ ഇട്ട് അല്ലെ, പ്രത്യേക രീതിയിലാണ് അവരുടെ ഒരു സർവീസ് എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും? ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും. എപ്പോഴും ലേബർ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് കുറയും അല്ലെ, ലാഭം കുറയും. ഒരു റീസണബിൾ ലെവലിൽ വേണം അത് നിലനിർത്താനായിട്ട്. ഓക്കെ, അപ്പൊ ലേബർ കോസ്റ്റിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ലേബർ കോസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്? മൊറാലെ ഓഫ് എംപ്ലോയീസ് അല്ലെ, അതായത് മൊറാലെ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മനോവീര്യം. അതായത് എംപ്ലോയീസിന്റെ അവിടുത്തെ തൊഴിലാളികളുടെ മനോവീര്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോഴും ആ ഒരു എംപ്ലോയീസിന് നല്ലൊരു പോസിറ്റീവ് ആയിട്ടൊരു വർക്ക് എൻവയോൺമെന്റ് കൊടുക്കണം അല്ലെ. നല്ലൊരു ടീം വർക്ക് ആയിട്ട് അവർക്ക് ചെയ്യണമെങ്കിൽ ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് കൊടുക്കുന്നതിലൂടെ സാധിക്കും. അപ്പൊ ഈ പറയുന്ന 3 കാര്യങ്ങളെ എന്താണ് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫിസിക്കൽ ഫെസിലിറ്റീസ് എല്ലാം തന്നെ നിലകൊള്ളുന്നത്. മനസ്സിലായോ? ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭൗതിക സാഹചര്യങ്ങൾ 3 കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന് വന്നിട്ട് അവരുടെ ഭക്ഷണ സേവനത്തിന്റെ നിലവാരം, രണ്ടാമത് അവിടുത്തെ ലേബർ കോസ്റ്റ്, മൂന്നാമത് അവിടുത്തെ എംപ്ലോയീസിന്റെ എന്താ പറയാ മൊറാലെ മീൻസ് അവരുടെ മനോവീര്യം. ഈ പറയുന്ന 3 കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാൽ മാത്രമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റീസ് നിലകൊള്ളുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? സ്റ്റാഫിംഗ് ആണ് കേട്ടോ. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഓർഗാനോഗ്രാം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫിംഗ് എങ്ങനെയാണെന്ന്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നു കേട്ടോ. മനസ്സിലാക്കിക്കാന്ന് വെച്ചാൽ ഓർഡർ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. ചിലപ്പോൾ എന്തെങ്കിലും ഓർഡർ പ്ലേസ് മാറ്റി തരുവാണെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് എന്താണ്? ഏറ്റവും മുകളിൽ ടോപ്പിൽ നിൽക്കുന്ന ആരാണ്? മെഡിക്കൽ സൂപ്പറിൻഡന്റ്. ആരാണ്? മെഡിക്കൽ സൂപ്പറിൻഡന്റ്. മെഡിക്കൽ സൂപ്പറിൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിന്റെ എല്ലാ മാനേജ്മെന്റ് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ മെഡിക്കൽ സൂപ്പറിൻഡന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് ഉൾപ്പെടുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന ഡയറക്ടറി സർവീസസും ഉൾപ്പെടുന്നുണ്ട് കേട്ടല്ലോ. മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഓവറോൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനകത്ത് ഓവറോൾ കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് എന്തും വരുന്നുണ്ട്? നമ്മുടെ ഡയറക്ടറി സർവീസസും കൂടെ വരുന്നുണ്ട്. ഓക്കെ, മെഡിക്കൽ സൂപ്രണ്ടന്റ് കേട്ടോ. അതിന്റെ തൊട്ട് താഴെ ആരാണ് വരുന്നത്? ചീഫ് ഡയറ്റീഷ്യൻ. ആരാണ്? ചീഫ് ഡയറ്റീഷ്യൻ ആണ് വരുന്നത്. ചീഫ് ഡയറ്റീഷ്യൻ എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു ന്യൂട്രീഷൻ പ്ലാൻ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? അവിടുത്തെ ചീഫ് ഡയറ്റീഷ്യൻ ആയിരിക്കും. ആരായിരിക്കും? ചീഫ് ഡയറ്റീഷ്യൻ ആയിരിക്കും. അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല കേട്ടോ. നിങ്ങൾ അതിന്റെ ഓർഡർ മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഒരു ഹോസ്പിറ്റലില് അവിടുത്തെ ഈ പറയുന്ന ഡയറ്ററി സേവനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ പ്ലാനിങ് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ ചീഫ് ഡയറ്റീഷ്യൻ ആയിരിക്കും. അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് ആര് വരുന്നത്? ഡയറ്റീഷ്യൻ വരുന്നത് അല്ലെ. ഡയറ്റീഷ്യൻ എന്താ ചെയ്യുന്നത്? ഈ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പ്രകാരം അവരുടെ രോഗാവസ്ഥയ്ക്കനുസരിച്ച് ഒരു മെനു തയ്യാറാക്കി കൊടുക്കുക അല്ലെ. ഒരു ഡയറ്റിന്റെ ഒരു മെനു തയ്യാറാക്കി കൊടുക്കുന്നത് ആരാണ്? അതൊരു ഡയറ്റീഷ്യൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഡയറ്റീഷ്യന്റെ അണ്ടറിലാണ് ആര് വരുന്നത്?
സൂപ്പർവൈസർ വരുന്നത്. ആരാണ് സൂപ്പർവൈസർ? സൂപ്പർവൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിന് എന്തൊക്കെയായിരിക്കും സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടാവാം? ഈ പറയുന്ന ഡയറ്റീഷ്യൻസിന്റെ അസിസ്റ്റൻസ്, അവരുടെ കാര്യങ്ങളൊക്കെ ഓവർസീസ് ചെയ്യുക അല്ലെ, അവരെയൊക്കെ നിരീക്ഷിക്കുക. അതുപോലെ മീൽസ് എല്ലാം വളരെ സേഫ് ആയിട്ട് അല്ലെ, ഭക്ഷണം വളരെ സേഫ് ആയിട്ടും വളരെ എന്താ പറയാ നല്ല രീതിയിലും പേഷ്യൻസിന് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടതും അതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൂപ്പർവൈസറിന്റെ അണ്ടറിൽ 2 പേരാണ് ഒരേ ലെവലിൽ വരുന്നത്. ആരൊക്കെയാണ്? കുക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബെയറേഴ്സ് വരുന്നുണ്ട് അല്ലെ. ഓക്കെ, ആരൊക്കെയാണ്? കുക്കും വരുന്നുണ്ട്. കുക്ക് എന്തായിരിക്കും? ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അല്ലെ. ബെയറേഴ്സ് എന്താണ്? അത് സർവീസ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, കുക്കും ബെയറേഴ്സ് ആണ് സൂപ്പർവൈസറിന്റെ അണ്ടറിൽ വരുന്നത്. കുക്കിന്റെ താഴെയായിട്ട് അസിസ്റ്റന്റ് കുക്കുണ്ട്, ബെയറേഴ്സിന്റെ താഴെയായിട്ട് ക്ലീനേഴ്സും വരും. ഇതാണ് അവിടുത്തെ ഒരു സ്റ്റാഫിംഗ്, ഒരു ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്? അതെ സാർ, സർവീസ് ചെയ്യുന്ന ആളാണ് ബെയറർ. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ സൂപ്രണ്ടന്റ്, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ചീഫ് ഡയറ്റീഷ്യൻ, അദ്ദേഹത്തിന്റെ താഴെ ഡയറ്റീഷ്യൻ, പിന്നെ ആരാണ്? സൂപ്പർവൈസർ. സൂപ്പർവൈസറിന്റെ താഴെ ആരൊക്കെയാണ്? കുക്കും വരുന്നുണ്ട്, ബെയറേഴ്സും വരുന്നുണ്ട്. കുക്കിന്റെ താഴെ അസിസ്റ്റന്റ് കുക്ക് വരുന്നുണ്ട്, ബെയറേഴ്സിന്റെ താഴെ ക്ലീനേഴ്സും വരുന്നുണ്ട്. ക്ലിയർ ആയോ ഒത്തിരി പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്ക് 1-2 ചെറിയ നോട്ട്സുകൾ എഴുതി വെച്ചു. നമ്മൾ ആ ഡയറ്റ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്സ് നമ്മൾ പറഞ്ഞില്ലേ, ഇതിന് സമയമില്ല, പെട്ടെന്ന് എഴുതിക്കോണം കേട്ടോ. ഫുള്ള് എഴുതാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് ഒരു സിമ്പിൾ സെന്റൻസ് കേട്ടോ, എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതിക്കോളൂ. കാർഡിയാക് ഡയറ്റ് എന്താണ്? ഷർഫിൻസ് ചീഫ് ഡയറ്റീഷ്യൻ. ചീഫ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിലുള്ള പൊതുവെയുള്ള ആ ഒരു എന്താ പറയാ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ന്യൂട്രീഷൻ പ്ലാൻ തയ്യാറാക്കുന്ന ആളാണ് കേട്ടോ. സമഗ്രമായിട്ടുള്ള രീതിയിൽ ഒരു ന്യൂട്രീഷൻ പ്ലാൻ തയ്യാറാക്കുന്ന വ്യക്തിയാണ് ചീഫ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അവരാണ് മറ്റുള്ള ഡയറ്റീഷ്യൻസിനെ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ചീഫ് ഡയറ്റീഷ്യൻ അവർ ഓവറോൾ കാര്യങ്ങൾ മാനേജ് ചെയ്യും. അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ ആ രോഗികളുടെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അവരുടെ ഒരു കോമൺ ആവശ്യകതകൾ കണ്ടറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ഒരു ഡയറ്റ് പ്ലാനിങ് ഡയറക്റ്റ് ചെയ്തിരുന്നത് ചീഫ് ഡയറ്റീഷ്യൻസ് ആയിരിക്കും. അവരുടെ അണ്ടറിലാണ് സാധാരണ ഡയറ്റീഷ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. കാർഡിയാക് ഡയറ്റ് എഴുതിക്കോളൂ കേട്ടോ. കാർഡിയാക് ഡയറ്റ്, കാർഡിയാക് ഡയറ്റ് ഒരു ഹൈഫൺ ഇടാം, എഴുതിക്കോളൂ കേട്ടോ. കാർഡിയാക് ഡയറ്റ് ഹൈഫൺ ഇടാം, എന്നിട്ട് എഴുതിക്കോളൂ. വേറൊരു പേരും കൂടെ തന്നെ പറയും. എന്താണെന്നറിയാമോ? ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. എന്താണ്? ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. HEART, ഹാർട്ട് ഹെൽത്തി, HEALTHY, ഹെൽത്തി ഡയറ്റ് അങ്ങനെയും പറയും കേട്ടോ. കാർഡിയാക് ഡയറ്റിന് പറയുന്ന വേറൊരു പേരാണ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. എഴുതിക്കോളൂ ഹൈഫൺ. Is a diet plan, is a diet plan, is a diet plan, DIET diet plan, PLAN plan that promotes, 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 promotes heart health, heart health, HEART, heart, HEALTH, health. കറക്റ്റ് ആണ് കേട്ടോ. അറിയാം, കറക്റ്റ് ആണേ. അത്രയേ ഉള്ളൂ. കാർഡിയക് ഡയറ്റ് വായിച്ചാൽ മനസ്സിലായാൽ മതി കേട്ടോ. ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഡയറ്റ് പ്ലാൻ ദാറ്റ് പ്രൊമോട്ട്സ് ദ ഹാർട്ട് ഹെൽത്ത്, ഹൃദയാരോഗ്യത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭക്ഷണക്രമത്തിനെയാണ് നമ്മൾ കാർഡിയക് ഡയറ്റ് അഥവാ ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അടുത്തത് റീനൽ ഡയറ്റ്. സെക്കൻഡ് വൺ റീനൽ ഡയറ്റ്. റീനൽ ഡയറ്റ് എഴുതാം, ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. കിഡ്നി ഡയറ്റ് എന്ന് എഴുതിക്കോ കേട്ടോ. കിഡ്നി ഡയറ്റ് എന്ന് എഴുതിക്കോ, പെട്ടെന്ന് മനസ്സിലാവും. റീനൽ എന്ന വേർഡാണ് നമ്മൾ മെഡിക്കലിൽ പൊതുവെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നത് കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കിഡ്നി ഡയറ്റ് എന്ന് പറയും കേട്ടോ. എഴുതിക്കോളൂ, ഹൈഫൺ ഇട്ട് എഴുതിക്കോളൂ. എ ഡയറ്റ്, എ ഡയറ്റ്, എ ഡയറ്റ്, DIET diet that limits, that limits, THAT, that limits, LIMITS, limits certain nutrients, certain nutrients, certain spelling ആണ് CERTAIN, certain nutrients, NUTRIENTS,
NENTS, ന്യൂട്രിയൻസ്. ജോബി കറക്റ്റ് ആണ് കേട്ടോ. സർട്ടെയിൻ കട്ടായി പോയാ കട്ടായോ? റീനൽ ഡയറ്റ്, എ ഡയറ്റ് that limits certain nutrients to help TO2 help 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 protect 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 kidneys KIDNEYS kidneys. ശരിയാണ് ജോബി. പ്രൊട്ടക്ട് കിഡ്നീസ് ആൻഡ് സ്ലോ കിഡ്നി ഡാമേജ്. SLOW സ്ലോ കിഡ്നി KIDNEY കിഡ്നി ഡാമേജ് DAMAG ഡാമേജ്. കറക്റ്റ് ആണ്. ഒന്നുകൂടെ വായിക്കാണ്. റീനൽ ഡയറ്റ് അഥവാ കിഡ്നി ഡയറ്റ് എന്ന് പറഞ്ഞാല് എ ഡയറ്റ് that limits certain nutrients to help the protect kidneys and slow kidney damage. മനസ്സിലായോ? അതായത് വൃക്കരോഗികള് അവർക്ക് ചില ന്യൂട്രിയൻസിന് ലിമിറ്റ് ചെയ്തുകൊണ്ട് അല്ലെ അവരുടെ കിഡ്നിക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ഉള്ള ഡയറ്റ് കേട്ടോ. റീനൽ ഡയറ്റ്. നിങ്ങൾക്ക് ചോദ്യം വരിക, ഇപ്പൊ വൃക്ക സംബന്ധമായിട്ടുള്ള ഒരാള് അങ്ങനെയാണല്ലോ ചോദിക്കും, ഡയാലിസിസ് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ എന്ത് ഡയറ്റ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? റീനൽ ഡയറ്റ് ആണെന്ന് പറയണം. മനസ്സിലായോ? ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾ ഏത് ഡയറ്റ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക? പക്ഷെ ഉത്തരം എന്താ വരിക? റീനൽ ഡയറ്റ്. ഓക്കെ. അപ്പൊ നമ്മളുടെ നമുക്ക് ഇന്ന് ഇത് രണ്ടെണ്ണം എഴുതി വെച്ച് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. കാര്യം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയണല്ലോ ക്ലാസ്. അതുകൊണ്ടാണ് കേട്ടോ. കാരണം ടൈം ഏകദേശം കഴിയാറായി. അപ്പൊ നമ്മള് ഇത് നോട്ട് തരാട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തരാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ ഇന്ന് ഡയറ്ററി സർവീസസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. നമുക്കറിയാം അതൊരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. രോഗികളുടെ രോഗത്തിന്റെ തരവും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കിയിട്ട് പോഷകാഹാര ശുപാർശകളും അതോടൊപ്പം തന്നെ ഫുഡ് കൗൺസിലിംഗും കൊടുക്കുന്ന ഒരു സേവനമാണ് എന്തെന്ന് പറയുന്നത് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ്? അത് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അതുപോലെ പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള പോഷകങ്ങള് മതിയായ അളവിൽ അല്ലെ, ആഡിക്വേറ്റ് എമൗണ്ട് എന്നാണ് പറയുന്നത്. മതിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടു ഒരു ഡയറ്ററി സർവീസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകൾ അഥവാ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. 6 പോയിന്റ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ പേഷ്യൻസിനും ഉയർന്ന നിലവാരമുള്ള ഒരു ശുചിത്വം അല്ലെങ്കിൽ ഉൽപാദന വിതരണ ശുചിത്വം ഉറപ്പാക്കുന്നുണ്ട്. പോഷകപ്രദവും അതുപോലെ രുചികരവും ആരോഗ്യപരവുമായിട്ടുള്ള ഒരു ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഭക്ഷണ ആസൂത്രണവും വിലയിരുത്തലുകളും നടത്തുക. പിന്നെന്താണ് പോഷകാഹാര ആസൂത്രണവും കലോറി ആവശ്യകതകളും കണക്കാക്കുക. പിന്നെ IP/OP പേഷ്യൻസിന് വേണ്ട ഡയറ്റ് കൗൺസിലിങ്ങുകൾ കൊടുക്കുക. പിന്നെ ഭക്ഷണക്രമത്തിൽ ഈ പറയുന്ന ഡയറ്ററ്റിക്സിൽ ഭക്ഷണക്രമത്തിൽ എന്തെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക ട്രെയിനിങ് കൊടുക്കുക അല്ലെ, ഒരു പരിശീലനം കൊടുക്കുക. അതോടൊപ്പം തന്നെ രോഗികൾക്ക് വ്യക്തിഗതമായിട്ടുള്ള ഒരു പോഷകാഹാര സഹായവും കൊടുക്കുക. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. പിന്നെ നമ്മൾ കണ്ടു ആരാണ് ഒരു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ മനസ്സിലാക്കി. ഒരു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് അല്ലെ, ഒരു ആരോഗ്യ വിദഗ്ധനാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റല് അതുപോലെ മറ്റ് സ്ഥാപനങ്ങള് പ്രത്യേക തൊഴിൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകള് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണക്രമം തയ്യാറാക്കുന്ന ആളാണ്. അതുപോലെ ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കാനും പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനും നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ പോഷകാഹാര പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട ചുമതലകൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന ചില സ്ഥാപനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുള്ള ബാധ്യതയുള്ള ലേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ശരിയായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം എന്താണ്. അതായത് ഒരു നല്ല സമീകൃത ആഹാരം നിലനിർത്തുന്നതിലൂടെ അവശ്യ പോഷകങ്ങൾ നിലനിർത്തുന്നതിലൂടെ നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല പലവിധ രോഗങ്ങള് ഈ പറയുന്ന ക്യാൻസർ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങള് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ചെറുത്ത് നിർത്താനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്.
പിന്നെ നമ്മൾ പല ടൈപ്പ് ഓഫ് ഡയറ്റ് കണ്ടു. കാർഡിയാക് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഹൃദയത്തിന് ആരോഗ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഭക്ഷണക്രമമാണ്. റീനൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ വൃക്ക സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ്. ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുമ്പോൾ സോഡിയം ഇൻടേക്ക് നിയന്ത്രിക്കുന്ന ഒരു ഭക്ഷണക്രമമാണ്. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമുള്ളത്, നമുക്ക് ചവയ്ക്കാനും വിഴുങ്ങാനും എളുപ്പമുള്ള അത്തരത്തിലുള്ള ഒരു ഭക്ഷണക്രമമാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ പ്രമേഹ രോഗികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കലോറി കൂടുതലും പ്രോട്ടീനിൽ നിന്ന് ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമമാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലിക്വിഡ് ഡയറ്റ് അല്ലെ, ഈ പറയുന്ന ഡൈജസ്റ്റ് ചെയ്യാനും അതുപോലെ ജ്യൂസുകൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരുങ്ങുന്ന തരത്തിലുള്ള ലഘുഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, അങ്ങനെയുള്ള ഡയറ്റിനെയൊക്കെയാണ് നമ്മൾ ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ് കണ്ടു, ഒരു ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റീസ് നിലകൊള്ളുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞത് അവിടുത്തെ ഭക്ഷണ സേവനത്തിന്റെ നിലവാരം, പിന്നെ ലേബർ കോസ്റ്റ്, പിന്നെ ഈ പറയുന്ന എംപ്ലോയീസിന്റെ മനോവീര്യം. ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫിംഗ് നമ്മൾ മനസ്സിലാക്കിയത്, ഇതൊരു ഓർഗാനോഗ്രാം. ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നത് മെഡിക്കൽ സൂപ്രണ്ടന്റ്, തൊട്ട് താഴെ ഈ പറയുന്ന ചീഫ് ഡയറ്റീഷ്യൻ, അദ്ദേഹത്തിന്റെ താഴെ ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യന്റെ താഴെ സൂപ്പർവൈസർ, സൂപ്പർവൈസറിന്റെ അണ്ടറിൽ കുക്കും വരുന്നുണ്ട്, ഡയറേഴ്സും വരുന്നുണ്ട്. കുക്കിന് താഴെ അസിസ്റ്റന്റ് കുക്ക്, ഡയറേഴ്സിന്റെ താഴെ ക്ലീനേഴ്സ്. ആ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്? ഡിസൈൻ ലൊക്കേഷൻ ആൻഡ് ഡിസൈനിലാണ് പറഞ്ഞല്ലോ. എന്താണ് ആ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ഇല്ലേ, അതിനകത്ത് ആ ഡിസൈനിലെ 3 കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? അതായത് the design and the physical facilities of the department have an importance on the standard of food service, labor cost and the morale of employees. അതായത് ആ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ, അതിന്റെ ഒരു രൂപകൽപ്പന അല്ലെങ്കിൽ അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. 3 കാര്യങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്ന് സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, അതായത് ഭക്ഷണ സേവനത്തിന്റെ നിലവാരം. നല്ല രീതിയിൽ നല്ല നിലവാരത്തോട് കൂടിയിട്ട് ഭക്ഷണം എന്ത് ചെയ്യണം, പേഷ്യൻസിന് കൊടുക്കണം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്? ലേബർ കോസ്റ്റ്, തൊഴിൽ ചെലവുകൾ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നല്ല രീതിയിൽ നിലവാരം കൂടുമ്പോൾ അതിനനുസരിച്ച് എന്തും കൂടും, ലേബർ കോസ്റ്റ് കൂടും അല്ലെ, തൊഴിൽ ചെലവ് കൂടും. അപ്പൊ നമുക്ക് ലേബർ കോസ്റ്റ് ഒത്തിരി കൂടാനും പാടില്ല, മനസ്സിലായോ? ലേബർ കോസ്റ്റ് കൂടി കഴിഞ്ഞാൽ പ്രോഫിറ്റ് കുറയും, ലാഭം കുറയും. അപ്പൊ ആ ലേബർ കോസ്റ്റിനെ ഒരു മിതമായ രീതിയിൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പറയുന്നത് മൊറാലെ ഓഫ് എംപ്ലോയീസ് ആണ്, അതായത് എംപ്ലോയീസിന്റെ മനോവീര്യം. എംപ്ലോയീസിന്റെ മനോവീര്യം എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് കൊടുക്കുന്നതിലൂടെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു സേവനം പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലാക്കി? ഈ 3 കാര്യങ്ങൾക്കാണ് അവര് പ്രാധാന്യം കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കിയുള്ള നോട്ട്സുകൾ അടുത്ത ക്ലാസ്സിൽ എഴുതാം കേട്ടോ. ഓക്കെ അല്ലേ? ശരി കേട്ടോ. അപ്പം ഓക്കെ, താങ്ക് യു.